രാവിലെ ഒരു അമ്പലത്തിൽ തൊഴാൻ പോയാൽ ചില ആളുകളുടെ ഭക്തി കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. തൊഴുതയിടത്ത് നിന്ന് മാറില്ല, അവിടെ തന്നെ നിന്ന് അവരിങ്ങനെ മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ദർശനം നടത്തണം എന്നുള്ള വിചാരം പോലും ഇല്ലാതെ ആ നടക്കൽ നിന്നിട്ട് സ എത്ര സമയം ചിലവഴിക്കാമോ അത്ര സമയം ചിലവഴിക്കുന്ന ചില ആളുകളെ കാണാം. ഈ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടം കൊടുക്കാൻ അതിന് പോലും സന്മനസ്സില്ലാത്ത ആളുകളാണ് ചില മനുഷ്യർ. പലപ്പോഴും നമുക്ക് ഇതിന് സങ്കടം തോന്നിപ്പോകും. അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാൽ, അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ നടക്കിൽ പോയി ഒന്ന് തൊഴാൻ നിന്നാൽ അവിടെ നിന്ന് മാറിക്കൊടുക്കാൻ പോലും കഴിയില്ലാതെ അവിടെ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കുന്ന ഒത്തിരി പേരെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഭഗവാനീ ഭഗവാനീ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കും. ക്ഷേത്ര ജീവനക്കാർ നിങ്ങൾ തൊഴുതിട്ട് മാറിക്കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും തങ്ങൾ കേൾക്കുന്നില്ലാത്ത നിലപാടാണ് ചില ആളുകൾക്കുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ തിരക്കുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ ദർശനത്തിനൊക്കെ പോകുന്ന ചില ആളുകൾ കുട്ടികളും മറ്റുമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന കാഴ്ച കാണാം. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. തങ്ങളുടെ മാത്രമാണ് ദൈവത്തിൻ്റെ അവകാശി ഞാനാണ് എന്ന നിലപാടിൽ നിൽക്കുന്ന ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ഇവരുടെ പ്രാർത്ഥന ദൈവത്തെ മൊത്തം ഇവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന പോലെയാണ് ചില മനുഷ്യരുടെ പ്രവൃത്തി കാണുമ്പോൾ തോന്നുന്നത്. അവർ ദൈവത്തിൻ്റെ അവകാശികൾ അവർ മാത്രമാണ്. മറ്റുള്ളവർക്കൊന്നും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങളുടെ ദൈവത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ചിന്താഗതികളോടെ ജീവിക്കുന്ന ചില മനുഷ്യർ. കഷ്ടമാണ് ഈ അമ്പലങ്ങളിലൊക്കെ പോയി ഈ ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ഒഴിഞ്ഞു കൊടുക്കാൻ കഴിയാത്ത മനസ്സുള്ളവരൊക്കെ അമ്പലത്തിൽ പോയി എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും.